ഈ റജബ് മാസം ഇത് അള്ളാഹുവിൻ്റെ മാസമാണ്. ശഅബാൻ അത് എൻ്റെ മാസമാണ്. റമദാൻ മാസം അത് എൻ്റെ സമുദായികളുടെ മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി वसल्लम പറഞ്ഞു. वैसे तो हर महीना अल्लाह तबारक व तआला का है, हर वो दिन अल्लाह का दिन है, हर वो सात अल्लाह ने पैदा किया है. लेकिन अल्लाह के हबीब मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ये इरशाद फरमा रहे हैं कि रजब अल्लाह का महीना है. अल्लाह ताला इस महीने को खुद से खास निस्बत अता किया है. ये बाबरकत महीना जब अल्लाह ने अपने खुद से निस्बत जब अता किया है तो अल्लाह से हम सबों की दुआ है कि इस महीने की ഖദർ करने वाला हम सबों को बनाए. മാസങ്ങളുടെയും ദിവസങ്ങളുടെയും കാര്യം നോക്കിയാൽ അത് സൃഷ്ടിച്ചവനും അതിനെ നിലനിർത്തുന്നവനും അള്ളാഹുവാണെന്നതിൻ്റെ പേരിൽ തന്നെ എല്ലാ മാസങ്ങളും അള്ളാഹുവിൻ്റെ മാസമാണ്, എല്ലാ ദിവസങ്ങളും അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ തന്നെയാണ്. പക്ഷേ അവയിൽ നിന്നൊക്കെ പ്രത്യേകമാക്കിക്കൊണ്ട് റജബ് മാസത്തെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാസമാണെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആ മാസത്തിനുള്ള പ്രത്യേകതയും അതിൻ്റെ മഹത്വവും അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ ഈ മാസത്തെ അതിൻ്റെ എല്ലാവിധ ഖദറോടും കൂടി ഖനത്തോടുകൂടി പ്രാപിക്കാൻ നമുക്കേവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. बुजुर्गों, अल्लाह तबारक व तआला अपने महीने में अपने हबीब को अपने बारगाह में बुला रहा है. मेराज की रात अल्लाह ताला ये रजब के महीने में रखा है. फिर अपने हबीब के महीने में शाबान को जो अपने हबीब से जो निस्बत अता किया, अल्लाह ताला उस महीने में बारात की रात अल्लाह ने अता फरमाया. और जब अल्लाह ताला रमज़ान को अपने बंदों से जब जोड़ा है, उम्मत मोहम्मदुर रसूलुल्लाह से जब जोड़ा है, तो अल्लाह ताला अपने हबीब के सदक़े में रमज़ान के बाबरकत महीने में अल्लाह ताला ഖദർ की रात हम गुनहगारों को अता फरमाया है. ബഹുമാനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മാസത്തെ അള്ളാഹുവിൻ്റെ മാസമാണെന്ന് പറഞ്ഞോ, ആ അള്ളാഹുമായി ചേർക്കപ്പെട്ട അള്ളാഹുവിൻ്റെ മാസമായ റജബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉന്നതമായ മിഅ്റാജ് നൽകി അനുഗ്രഹിക്കുകയാണ്. ഈ റജബ് മാസത്തിലാണ് അള്ളാഹു തആല റസൂലുള്ളാഹിനെ മിഅ്റാജിലേക്ക് കൊണ്ടുപോയത്. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മാസം എന്ന് വിശേഷിപ്പിച്ച ശഅബാൻ മാസത്തിൽ സമുദായികളുടെ പാപമോചനത്തിലുള്ള ബറാഅത്ത് രാവിനെ അള്ളാഹു തആല വെച്ചിരിക്കുകയാണ്. സമുദായികളുടെ പേരിൽ ഉമ്മത്തിന്റെ മാസം എന്ന് പറഞ്ഞ പരിശുദ്ധ റമളാൻ മാസത്തിൽ അള്ളാഹു തആല ലൈലത്തുൽ ഖദ്ർ നൽകിക്കൊണ്ട് ഈ സമുദായത്തെ അള്ളാഹു തആല അനുഗ്രഹിച്ചിരിക്കുകയാണ്. वैसे तो कई फजाइल के हामिल अल्लाह ताला या महीनों को अल्लाह ताला हमारे ज़िंदगी में फिर से पाने की हम गुनहगारों को तौफीक अता फरमाया है. ये महीने में ये महफिल का जो उन्वान गरीबन नवाज का जो उर्स शरीफ जो हम मना रहे हैं ख्वाजा मोइनुद्दीन चिश्ती अल अजमेरी का, यही महीने में आपकी विलादत और यही महीने में आपका विसाल. अल्लाह ताला हम सबों को औलिया के फैज़ान से मालामाल होने की भी तौफीक अता फरमाए. ബഹുമാനികളെ, ഈ മാസങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതുപോലെ പല പവിത്രമായ ബർക്കത്ത് അവകാശപ്പെടുന്ന പല കാര്യങ്ങളും ബന്ധപ്പെട്ട മാസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ നാം നിലകൊള്ളുന്ന ഈ റജബ് മാസം എപ്രകാരം ഈ ഗുണങ്ങളൊക്കെ ഉണ്ടോ, അതിനോടൊപ്പം തന്നെ നാം ഇന്ന് ഈ സമ്മേളനത്തിൻ്റെ വിഷയത്തിൽ തന്നെ ഉൾപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഖാജ മൊഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുമായി ചേർക്കപ്പെട്ട മാസവും കൂടിയാണ് ഈ റജബ് മാസം. ഈ മാസത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ ജനനവും, ഈ മാസത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിലേക്ക് വാസിലാവുകയും ചെയ്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളുടെ ഫൈളാനുകളെ കൊണ്ടും നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. हम इसके फ़ज़ाइल व बरक़ात को जानते हैं, समझते हैं, हम पढ़ते भी हैं. उसके हिसाब से अल्हम्दुलिल्लाह हम अपने हिसाब से इसकी कुछ क़दर भी कर रहे हैं. क़दर इस हिसाब से हम कर रहे हैं कि हम जब ये महीने जब शुरू होते हैं अपने हिसाब से हम अमल करते हैं.
रोज़ों की नमाजों का हम एहतमाम करते हैं, अल्लाह की इबादत में हम मसरूफ़ रहते हैं। लेकिन एक बात हम याद रखें, हम जो भी करते हैं हम ये समझ के करते हैं कि रजब के महीने में मुझे करना है, शाबान के महीने में मुझे करना है, रमज़ान के महीने में मुझे रोज़ा रहना है, इबादतें करना है। हम यही समझकर हम सिर्फ सूरत अदा कर रहे हैं। बुजुर्गों, जब हम ये महीनों को पाए हैं तो हम इसकी हकीकत तक पहुंचने की हम कोशिश करें। अगर किसी बंदे को अगर हकीकत से अगर ताल्लुक हो जाएगा तो इंशाअल्लाह अल्लाह ताला उसको ये महीनों के फीज़ात से भी मालामाल फरमाएगा। सिर्फ इतना ही नहीं बल्कि अल्लाह ताला उसके आमाल को भी अपने हबीब के सदक़े में मकबूल फरमाएगा। ബഹുമാനികളെ, അല്ലാഹു തആല അവൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പവിത്രമായ മാസം നമുക്ക് നൽകപ്പെട്ടപ്പോൾ നാം നമ്മുടെ തോതനുസരിച്ചുകൊണ്ട് പല നിലക്കും അതിന് കനം കൽപ്പിച്ച് നമ്മളാൽ പറ്റുന്ന പല പുണ്യങ്ങളും നമ്മൾ അതിന് നിർവഹിക്കൽ നമ്മളൊരു പതിവാക്കി മാറ്റിയിരിക്കുന്നു. നമ്മുടെ പതിവിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹമാണ്. എന്നാൽ ഇവിടെ നാം ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എപ്രകാരം ഈ പവിത്രമായ മാസങ്ങൾ വരുമ്പോൾ അവയെ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കുകയും നിസ്കാരം അതുപോലത്തെ ഇബാദത്തുകളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുകയും നന്മകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയും ഇതിലൊക്കെ വർധനവുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മളിവിടെ സ്ഥിരമായി നമ്മൾ സ്വീകരിച്ചു പോരുന്ന നമ്മളെ രീതിയാണ്. എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിസ്കരിക്കലാകട്ടെ, അതല്ല നോമ്പനുഷ്ഠിക്കലാകട്ടെ, മറ്റു ഖുർആൻ പാരായണമാകട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള പുണ്യങ്ങളാകട്ടെ, ഇതൊക്കെ നിർവഹിക്കുന്ന സമയത്ത് നമ്മുടെ രീതി ഈ മാസം ഈ സന്ദർഭം ഇതാ ആഗതമായിരിക്കുന്നു, അതുകൊണ്ട് ഇത് ചെയ്യൽ ആവശ്യമാണ്, ഈ മാസത്തിലെ ഈ ദിവസത്തിൽ ഇന്നത് ചെയ്യൽ ആവശ്യമാണ്, ഇന്ന ദിവസം ഇന്നതിനോട് ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് ഇന്നത് ചെയ്യൽ ആവശ്യമാണ് എന്ന നിലക്ക് ഒരു ആചാരമെന്നോണം ഒരു പതിവെന്നോണം മാത്രമാണ് ഇവയൊക്കെ നമ്മൾ നിർവഹിക്കുന്നതും. അത് തന്നെ ആ നിർവഹിക്കുന്ന രംഗത്തൊക്കെ അതിൻ്റെ പ്രത്യക്ഷ കോലം മാത്രമാണ് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഈ ഓരോ വസ്തുതയുടെയും യാഥാർത്ഥ്യങ്ങൾ എന്താണ്? സംഭവത്തിൽ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, മറ്റു പുണ്യങ്ങളാകട്ടെ, അതിന് ബാഹ്യ കോലങ്ങളുള്ളതുപോലെ തന്നെ അതിൻ്റെ ചില ഹഖീഖത്തുകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളുമുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ പ്രാപിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാതെ അതിൻ്റെ പ്രത്യക്ഷ കോലത്തിൽ മാത്രം മതിയാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ നമ്മുടെ ഇടയിലൊക്കെ നാം കാണുന്നത്. ബഹുമാനികളെ, നാം ഈ പ്രത്യക്ഷ കോലം സ്വീകരിക്കുന്നതിനോടൊപ്പം അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കൂടി എത്തിക്കാൻ പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന യഥാർത്ഥ ഫലമേതോ ആ ഫലം എത്രയോ ഇരട്ടിയായി നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതും അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകാര്യമായി മാറുന്നതും അള്ളാഹു തആല അതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയും ചെയ്യുന്നതാണ്. अजीज दोस्तों और बुजुर्गों, हर चीज की एक सूरत है और एक हकीकत है। हम नमाज अदा कर रहे हैं, हम रोजा रख रहे हैं, ये सूरत है, ये अमल है। हकीकत से हमको ताल्लुक होना चाहिए। हकीकत पर मेहनत करवाई है मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने। जब हकीकत खुली सहाबा के ऊपर, उसके बाद उनको अमाल, उनको सूरतें अदा करने में भी उनको मजा, ज़ौक़ और शौक़ पैदा हुआ। आज हम सूरत तो अदा कर रहे हैं, अमल तो हम अदा कर रहे हैं, अमल कर रहे हैं। आज हम कर रहे हैं, ये देख कर हम कर रहे हैं कि मुझे करना है, मुझे करना है, मुझे करना है, ये सोच कर हम कर रहे हैं। लेकिन जब बंदे को हकीकत जब उसके सामने खुल जाती है, जब हकीकत उसके ऊपर आशना हो जाती है बंदे के ऊपर, उसके बाद बंदे की कैफियत नहीं होती कि मुझे करना है, बल्कि वह जानकर, वह समझ कर करता है कि मैं करने से अल्लाह की रजा मुझे मिल जाएगी, अल्लाह की खुशनुदी मिल जाएगी। जब बंदा करता है तो करने से उसको मतलब नहीं रहता है, बल्कि उसके अमल करने से, उसकी सूरत को करने से अल्लाह मुझसे खुश हो जाएगा, मुहम्मदुर रसूलुल्लाह मुझसे खुश हो जाएंगे। अल्लाह की खुशनुदी और उसकी रजा की खातिर वो बंदा करता है तो अल्लाह उसके हर अमल को, उसकी हर सूरत को कबूल करता है। ബഹുമാനികളെ, നാം ചെയ്യുന്ന ഏത് അമലുകളാണെങ്കിലും ആ അമലുകൾക്കൊക്കെ ഒരു ബാഹ്യമായ രൂപവും കോലവുമുണ്ട്. ആ അമലുകളുടെ ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. നാം ഇന്ന് പൊതുവെ
നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ ബാഹ്യ കോലം പൂർണ്ണമായി നമ്മൾ പ്രാപിച്ചിട്ടുണ്ട്, നടത്തുന്നുണ്ട്. പക്ഷേ ഈ നിസ്കാരത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ നിസ്കാരം നിർബന്ധമാക്കിയതെങ്കിൽ അള്ളാഹുവിന്റെ താല്പര്യം ഇതിലൂടെ എന്താണെന്ന വസ്തുതയെ മനസ്സിലാക്കാതെ കോലം മാത്രം സമയമായല്ലോ, ചെയ്യേണ്ടതാണല്ലോ എന്ന് മനസ്സിലാക്കി നമ്മൾ നിർവഹിക്കുകയാണ്. എന്നതുപോലെ തന്നെ നാം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ആ നോമ്പിന്റെ ബാഹ്യമായ കോലം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ നോമ്പ് നിർബന്ധമാക്കിയവൻ ഏത് ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ നോമ്പ് നിർബന്ധമാക്കിയത്, ഇതിന്റെ ഹഖീഖത്ത് എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, ഇതിലൂടെ ഞാൻ പ്രാപിക്കേണ്ടത് എന്താണ് എന്നതിലേക്ക് ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നതിനാൽ ഈ ബാഹ്യ കോലങ്ങളിൽ മാത്രം നാം ഒതുങ്ങിയതിനാൽ അത് നിർവഹിക്കുന്ന രംഗത്ത് വേണ്ടതുപോലത്തെ ആവേശമോ അള്ളാഹുവിനുമായി എന്തെങ്കിലും ഒരു ബന്ധം കരസ്ഥമാക്കാനോ നമുക്ക് സാധ്യമാകുന്നില്ല. എന്നാൽ നേരെ മറിച്ച് ഈ ബാഹ്യ കോലത്തോടൊപ്പം അതിന്റെ യാഥാർത്ഥ്യങ്ങളെ ഹഖീഖത്ത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കുകയാണെങ്കിൽ ഒരു ആചാരം എന്നോണം നമ്മൾ ചെയ്യുന്നവരാവുകയില്ല. മറിച്ച് ഇത് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനോട് നമുക്ക് അടുപ്പവും ബന്ധവുമായി തീരും. ആ അള്ളാഹു എന്നെ കൊണ്ട് തൃപ്തിപ്പെടണം എന്ന ലക്ഷ്യത്തിലൂടെ അവൻ നിർവഹിക്കുന്നവരായി മാറുകയും ചെയ്യും. ഇങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ ഈ ചെയ്യുന്ന അമലുകൾ എന്തെന്നില്ലാത്ത കനപ്പെട്ടതും അവന്റെ തൃപ്തിക്ക് പാത്രീഭൂതമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. നാം അതുകൊണ്ട് തന്നെ ഈ കോലങ്ങൾക്കപ്പുറമുള്ള ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ എത്തിക്കാനാണ് പരിശ്രമിക്കേണ്ടത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിച്ചിട്ടുള്ളത് ഈ കോലം പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിന്റെ യാഥാർത്ഥ്യത്തെ എത്തിച്ചുകൊണ്ട് ആളുകൾ ചെയ്യുന്നവരായി മാറണമെന്നുള്ള ലക്ഷ്യത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സർവ്വ അധ്വാനവും നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ നാം ആ കാര്യം മാറ്റി നിർത്തി ഒരു ആചാരം നിർവഹിക്കുന്ന നിലയിൽ മാത്രമാണ് ഈ റജബിനെയും ഷഅബാനെയും റമളാനെയും ഒക്കെ പൊതുവെ സ്വാഗതം ചെയ്യുകയും അതിന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. बुजुर्गों, हम अगर हकीकत को न जानेंगे, जिस हकीकत को अल्लाह ने बयान किया है, जिस हकीकत को मोहम्मदुर रसूलुल्लाह ने बयान किया है, जिस हकीकत को रसूलुल्लाह ने सहाबा में पैदा किया है, दाखिल फरमाया है, आज उस हकीकत को हम न जानेंगे, उस हकीकत को उस मेआर के हिसाब से अगर हम न समझेंगे तो याद रखना, अमल हम करेंगे, एक अमल हम करेंगे तो 10 अजर मिलेगा. अगर हम हकीकत को जान कर करेंगे तो एक अमल के बदले अल्लाह ताला 70 अमल का अजर हमें अता फरमाएगा. अगर वही हकीकत को उस मेआर के हिसाब से अगर हम जानेंगे तो जिस अमल को करने से 10 मिल रहा है, अल्लाह ताला वही हमको 70 गुना 700 गुना ज्यादा अल्लाह ताला हमें अजर अता फरमाएगा. अगर हम उससे ज्यादा अगर हकीकत को अगर हम जानेंगे 700 क्या, अल्लाह ताला ला तादाद हमको अजर अता फरमाने वाला है. अल्लाह ताला हमको उस हकीकत को जानने की तौफीक अता फरमाए. ബഹുമാനികളെ, ഈ ഏതെല്ലാം അമലുകൾ പുണ്യമായി മനസ്സിലാക്കി നാം നിർവഹിക്കുന്നു, അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്താത്തതിനാൽ നാം അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരേ കോലത്തിലായി ഇന്ന് മാറിയിരിക്കുകയാണ്. ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയോ അതുപോലെ തന്നെ ചെയ്തതിന് ശേഷവും പ്രത്യേകമായ മാറ്റങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. എന്നാൽ അഥവാ ഇന്ന് നാം അതിന്റെ യാഥാർത്ഥ്യങ്ങളെ എത്തിക്കാൻ പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സൂറത്ത് ഈ കോലം സ്വീകരിക്കുന്നതിനോടൊപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അള്ളാഹുവിന്റെ താല്പര്യം എന്തോ, അതിന്റെ യാഥാർത്ഥ്യം എന്തോ, അതിനെ നാം മനസ്സിലാക്കിക്കൊണ്ടത് നിർവഹിക്കുന്നവരായി മാറുകയാണെങ്കിൽ കോലം മാത്രം നിർവഹിക്കുന്ന ആൾക്ക് ഒരു നന്മ ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് സ്വീകരിക്കപ്പെട്ടാൽ 1-ന് 10 വരെ അള്ളാഹു തആല പ്രതിഫലം നൽകിയേക്കാം. എന്നാൽ ഇതേ അടിമ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ എത്തിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഇതേ അടിമക്ക് അതിന് 70 ഇരട്ടിയാക്കി അള്ളാഹു തആല പ്രതിഫലം നൽകുന്നു. എന്നാൽ മറുഭാഗത്ത് മറ്റൊരടിമക്ക് അതിലപ്പുറമായി 700 ഇരട്ടി അള്ളാഹു നൽകുന്നു. അതിലപ്പുറം മറ്റൊരടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 700 അല്ല 70,000 എണ്ണമറ്റ രീതിയിൽ അതിന്റെ പ്രതിഫലം നൽകുന്നു. ഇങ്ങനത്തെ പ്രതിഫലങ്ങളിൽ വന്നതായ മാറ്റം ഏതടിസ്ഥാനത്തിലാണ്? കോലത്തിലുണ്ടാക്കിയ മാറ്റത്തിന്റെ പേരിലല്ല. യാഥാർത്ഥ്യങ്ങളെ ഏതൊരു മിയാറിൽ, ഏതൊരു അവസ്ഥയിൽ അല്ലാഹു തആല നിർവഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ അവസ്ഥകളെ പരിഗണിച്ച് നിർവഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഇതിന്റെ സ്വീകാര്യതയും ഇതിന്റെ മഹത്വവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലക്കാണ് ഈ വ്യക്തിയിൽ മാറ്റങ്ങളും ഗുണങ്ങളും അള്ളാഹു തആല ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. आज हम उस हकीकत से नाआशना रहने की वजह से
کیا معاملہ ہے ہمارا. ہم زندگی میں کئی رجب کو پائے ہیں, کئی شعبان کو پائے, کئی رمضان آ کر چلا گیا ہے, پھر آنے والا ہے. لیکن افسوس کی بات ہے, جیسے رجب سے پہلے جو کیفیت تھی, رمضان کے بعد بھی وہی کیفیت آج دور حاضر کے مسلمان کی نظر آ رہی ہے. بزرگو, یہ کیوں یہ کیفیت پیدا ہو رہی ہے؟ حقیقت کو نہ جاننے کی وجہ سے. جب بندہ حقیقت کو جان لیتا ہے, سمجھ جاتا ہے, جب حقیقت اس کے اوپر کھل جاتی ہے, خدا کی عزت کے عزم بندے کی جس جو حال رمضان سے پہلے ہوتا ہے, رمضان کے بعد بندے کا وہ حال نہیں ہوتا. اللہ تعالیٰ اس کی زندگی میں تبدیلیوں کو پیدا کرتا ہے, اس کو اللہ خود سے قربت عطا کرتا ہے, خود سے محبت اللہ تعالیٰ اس کے اندر پیدا فرماتا ہے. ബഹുമാനികളെ, ഇന്ന് നാം ഈ പ്രവർത്തനങ്ങൾ, ഈ നന്മകളുടെ കേവലം കോലങ്ങളിൽ മാത്രം അതിനെ മതിയാക്കി അതിൻ്റെ ഹക്കീക്കത്ത്, അതിലെ യാഥാർത്ഥ്യങ്ങളെ പ്രാപിക്കാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ സംഭവിച്ചതെന്താണ്? ഇന്ന് റജബ് മാസത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ ഏത് നിലക്കാണോ ഉള്ളതെങ്കിൽ, ഏതൊരു ഈമാനികമായ അവസ്ഥയിലാണോ, ഏതൊരു തകരാറുകളോട് കൂടിയാണോ, അല്ലെങ്കിൽ ഏത് ഗുണങ്ങളോട് കൂടിയാണോ ഇയാളുള്ളതെങ്കിൽ, അയാൾ റജബിനെ പ്രാപിച്ചു, ശഅബാൻ പ്രാപിച്ചു, റമദാൻ, ലൈലത്തുൽ ഖദ്ർ എല്ലാം പ്രാപിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഈ റജബിന്റെ മുമ്പ് ഏതൊരവസ്ഥയിലാണോ ഇയാൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇതൊക്കെ പ്രാപിച്ചതിന് ശേഷവും ഇയാൾ അങ്ങനെ തന്നെയാണ്. ഇയാൾ ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ ജീവിതകാലത്ത് എത്രയോ റജബുകൾ എത്തിച്ചിട്ടുണ്ട്, എത്രയോ ശഅബാൻ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയോ റമദാൻ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ കോലങ്ങളിൽ മാത്രം ഒതുങ്ങിയതിനാൽ ആ മാസങ്ങളെ ലഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതൊരു തകരാറുകളോടും ഈമാനികമായ മോശമായ അവസ്ഥയിലുമാണോ, ഇതൊക്കെ പ്രാപിച്ചതിന് ശേഷം നമ്മുടെ ഈമാനിലോ പ്രവർത്തനത്തിലോ ഒരു മാറ്റവും ഒരു ഉന്നതിയും കൈവരിക്കാൻ നമുക്ക് സാധ്യമായില്ല. എന്നാൽ അഥവാ നാം ഈ കോലങ്ങളെ സ്വീകരിക്കുന്നതിനോടൊപ്പം അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ വക്താക്കളായ ആളുകളോടൊപ്പം കൂടി ഇവയുടെ യാഥാർത്ഥ്യങ്ങളെ കൂടി സംഭരിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, റമദാനിന് മുമ്പിൽ നോമ്പ് നോക്കാൻ തുടങ്ങിയ ആളുടെ അവസ്ഥയായിരിക്കില്ല റമദാൻ പൂർണ്ണമാകുമ്പോൾ അയാളുടെ അവസ്ഥ. നേരത്തെ അള്ളാഹുവിനുള്ള ബന്ധം കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ അള്ളാഹുവിന്റെ ബന്ധം ശക്തമായ നിലക്കാണ്. അള്ളാഹുവിനെ തൊട്ട് അകന്നവനാണെങ്കിൽ ഇപ്പോൾ അവൻ അള്ളാഹുമായി സമീപസ്ഥനാണ്, അടുത്തവനാണ്. ഇത്രയും വലിയ മാറ്റത്തിന് ഈ അടിമ വിധേയനായി മാറുന്നതാണ്. बुजुर्गो, वो हकीकत क्या है? अल्लाह की ज़ात पे यकीन, अल्लाह की ज़ात पे यकीन, ईमान. आज वो ईमान हमारे अंदर ना होने की वजह से सिर्फ सूरत हम अदा कर रहे हैं. बुजुर्गो, ईमान हमारे अंदर नहीं है. ये ईमान कोई किताबों से आने वाली चीज़ का नाम नहीं, बल्कि ईमान आता है सोहबत से आता है. ये ईमान अगर हमारे अंदर पैदा होता है, अल्लाह वालों की, उलमा रब्बानीन की सोहबतों में बैठने से, ईमान वालों की सोहबतें इख्तियार करने से हमारे अंदर ईमान पैदा होता है. ये ईमान विरासत में मिलने वाली दौलत का नाम नहीं है. ईमान बुजुर्गों, ईमान आता है मेहनत और कोशिश से. ईमान हमारे अंदर आता है. देखो, ये रजब का महीना जब आता है तो गरीबन नवाज ख्वाजा मोइनुद्दीन चिश्ती अल अजमेरी को याद करता है. सारी दुनिया याद करती है, आपके गुलाम याद करते हैं. क्या मामला है, क्या मामला है? आप 14-15 बरस के हैं, छोटी सी उम्र के हैं, आपके वालिद का विसाल हो जाता है. आपके वालिद भी अल्लाह के वली, आपके वालिदा भी अल्लाह के वली. विसाल हो गया, आपको क्या मिल रहा है? वालिद की जायदाद में से, विरसे में से क्या? एक जमीन, एक बाग आपको मिल रही है. आप वो बाग की देखभाल कर रहे हैं, वो बाग को दिन दुगनी रात चौगनी मेहनत करके तरक्की दे रहे हैं, तरक्की की तरफ गामजन कर रहे हैं. जब तरक्की हो रही है, मेहनत कर रहे हैं, उस दौरान एक फ़कीर की आमद होती है. फ़कीर की आमद होती है. आप उस फ़कीर की खातिर तवाज़ो करते हैं, बिठाते हैं, अदब और एहतराम करते हैं. खजूर का, अंगूर का एक छोटा सा तोहफा आपके सामने पेश करते हैं. आप वो अल्लाह के वली फ़कीर अंगूर को खाते हैं. बाद में जब रुखसती का वक्त आता है, अपने बैग में से, अपने बैग में से एक छोटा सा रोटी का टुकड़ा तोड़कर खुद चाप कर ख्वाजा मोइनुद्दीन चिश्ती अल अजमेरी के मुंह में दाखिल करते हैं. वो कौन? हजरत इब्राहिम खंदोजी रहमतुल्लाह अलैह.
जब मुंह में टुकड़ा डाले, रोटी का वो टुकड़ा जब मुंह में गया, आप चबा कर जब वो टुकड़ा मुंह में गया, क्या गरीबन नवाज का क्या मामला है। उसी वक्त ये इरशाद फरमा रहे हैं, अल्लाह तबारक व तआला मेरे सामने से सारे पर्दों को उठा दिया, सारे पर्दों को उठा दिया। अब अल्हम्दुलिल्लाह वो रोटी खाने के बाद ये असर उनके अंदर पैदा हुआ। गरीबन नवाज ये इरशाद फरमा रहे हैं, मैं जमीन से लेकर, जमीन के नीचे से लेकर आसमानों के ऊपर, बुजुर्गों अर्श के ऊपर तक भी मैं देख सकता हूँ। अल्लाह ताला तमाम पर्दों को मेरे ऊपर से खोल दिया है। सिर्फ आप इस पर इक्तफा नहीं किए, इस पर इक्तफा नहीं किए, बल्कि अल्लाह की तड़प में, अल्लाह की मोहब्बत में, अल्लाह को पाने के ज़ौक़ और शौक़ में, अल्लाह से ताल्लुक़ को पैदा करने के जज्बे में जब आप निकले, अल्लाह ने आपको एक वली भी अता फरमाया, एक शेख भी अता फरमाया, हज़रत उस्मान हारूनी रहमतुल्लाह अलैह। कितने साल, 20 से 25 साल आपकी सोहबत अख्तियार कर रहे हैं, उसके बाद अल्लाह ताला आपको एक मक़ाम अता फरमाया है। अल्लाह ताला हमको भी उस मेहनत का कुछ हिस्सा हमारे झोले में भी अता फरमाए। ബഹുമാനികളെ, ഏത് അമലുകൾ നാം നിർവഹിക്കുന്നെങ്കിലും അതിൻ്റെ കോലത്തിനപ്പുറം, അതിൻ്റെ സൂറത്തിനപ്പുറം, അതിൻ്റെ യാഥാർത്ഥ്യം പ്രാപിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണ്, അതിനുവേണ്ടി നാം പരിശ്രമിക്കേണ്ടത് എന്താണ്, ഈ യാഥാർത്ഥ്യത്തെ എത്തിക്കാൻ കഴിയണമെങ്കിൽ നാം ഉണ്ടാക്കി തീർക്കേണ്ട വസ്തുത അള്ളാഹുവിലുള്ള ഉറപ്പ്, വിശ്വാസം, ഈമാനിലാണ് നാം ഒക്കെ അധ്വാനിക്കേണ്ടത്. ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ സ്ഥലം പിടിക്കൽ കൊണ്ട് മാത്രമാണ് ഈ ഓരോ അമലിന്റെയും ഹഖീഖത്തിലേക്ക്, യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധ്യമാവുക. ബാഹ്യമായ പ്രവർത്തനത്തെ മാത്രം പരിചയപ്പെടൽ കൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ സാധ്യമാവുകയില്ല. ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ അടിമ തൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടാക്കാനാണ് പരിശ്രമിക്കേണ്ടത്. ഈമാൻ ഉണ്ടാക്കാൻ പരിശ്രമിക്കണമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായി മനസ്സിലാക്കും, നമ്മളൊക്കെ മുഅ്മിനീങ്ങൾ തന്നെയാണല്ലോ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, നമ്മളടുത്ത് ഈമാനിന്റെ എന്ത് കുറവാണുള്ളത് എന്ന്. എന്നാൽ നാം മനസ്സിലാക്കണം, നാം നമ്മുടെ കയ്യിൽ പാരമ്പര്യമായി നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് അനന്തരമായി ലഭിച്ച അംഗീകാരം മാത്രമാണുള്ളത്. ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായി എന്നത് മാത്രം പോരാ, ഈമാന് കരസ്ഥമാക്കുന്ന വഴിയിൽ അധ്വാനിക്കണം, പരിശ്രമിക്കണം. യഥാർത്ഥ ഈമാന്, അനുഭവ ഈമാന് പ്രാപിക്കുന്നത് വരെ തന്റെ പ്രയത്നത്തിലൂടെ മുന്നേറണം. അപ്പോൾ മാത്രമേ ഒരാൾ ശരിയായ ഈമാനുള്ളവനായി മാറുകയുള്ളൂ. അങ്ങനെ ഈ അനുഭവാടിസ്ഥാനത്തിലുള്ള യഥാർത്ഥ ഈമാന് പ്രാപിക്കുകയും അത് ഹൃദയത്തിൽ കടക്കുകയും ചെയ്യണമെങ്കിൽ അതിന് ഒരാൾ ചെയ്യേണ്ടത് എന്താണ്? അതിന് ഒന്നാമതായി ആവശ്യം ശരിയായ പൂർണ്ണമായ ഈമാനുള്ള ഒരു വ്യക്തിത്വത്തെ കണ്ടെത്തുകയും അവരുടെ സഹവാസം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഈമാനിന്റെ യാഥാർത്ഥ്യങ്ങളെ എത്തിച്ച മഹാന്മാരോട് സഹവസിക്കൽ കൊണ്ട് മാത്രമേ ഏതൊരാൾക്കും ശരിയായ ഈമാനിന്റെ വക്താവായി മാറാൻ സാധ്യമാവുകയുള്ളൂ. അതോടൊപ്പം ആ വ്യക്തിത്വത്തോട് സഹവസിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഈമാനികമായ അറിവുകൾ പകർന്നെടുക്കുന്ന സമയത്താണ് ഓരോരുത്തരുടെ ഉള്ളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഉറപ്പും വിശ്വാസവും ഈമാനും ദൃഢമാവുകയും അവിടെ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിക്കുകയും അതിന്റെ അനന്തര ഫലങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്യുക. അതല്ലാതെ ഞാൻ ഇന്നാളുടെ മകൻ, ഇന്നാള് മുസൽമാനാണ്, ഞാൻ മുഅ്മിനാണ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ആരും തന്നെ ശരിയായ വിശ്വാസത്തിന്റെ, ഈമാനിന്റെ അവകാശിയായി മാറുകയില്ല. ഈമാനിന്റെ ഗുണങ്ങൾ അവരിൽ ഉണ്ടാവുകയും ചെയ്യുകയില്ല. നിങ്ങൾ നോക്കുക, നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ ഈമാനികമായ അവസ്ഥ പ്രാപിക്കാൻ ആർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകിയോ, ഉന്നതന്മാരായ ഔലിയാക്കളായ മഹാന്മാരൊക്കെ അവരൊക്കെ ഈ ഔന്നിത്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇതുപോലത്തെ ഉന്നതരായ ഒരു ഈമാനിന്റെ വക്താവുമായി കണ്ടുമുട്ടാൻ അവർക്ക് അല്ലാഹു അവസരം നൽകുകയും അങ്ങനത്തെവരെ തെരഞ്ഞന്വേഷിച്ച് നിരന്തരമായി അവരോട് സഹവസിക്കുകയും ചെയ്തപ്പോഴാണ് അവരൊക്കെ ഔലിയാക്കളും ഉന്നതന്മാരും ഈമാനിക മേഖലയിലെ ചക്രവർത്തികളുമായി മാറിയിട്ടുള്ളത് എന്ന് ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം ഇന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ റജബ് മാസം വരലോടുകൂടി ലോകത്തുള്ള മുസൽമാൻ മുഴുവനും മൊത്തത്തിലും ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ പ്രത്യേകമായും ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുകയും അവരുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കുകയും പറയുകയും ചെയ്യുന്നു. നമുക്കൊക്കെ അറിയാം എത്ര ഉന്നതമായ സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു നിലകൊള്ളുന്നത്.
പക്ഷേ ഈ അവസ്ഥയിലേക്ക് അവർ എത്തിയത് ഏത് നിലക്കാണ് എന്ന് നാം ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു ചെറുപ്രായത്തിലാണ്. അവർക്ക് 14-15 വയസ്സ് പ്രായമാണ്. അവരുടെ പിതാവ് മരണപ്പെട്ടു പോയി. അവരുടെ പിതാവും അള്ളാഹുവിന്റെ ഒരു വലിയായിരുന്നു, അവരുടെ മാതാവും ഉമ്മയും അള്ളാഹുവിന്റെ വലിയാണ്. ഈ വലിയായ ഔലിയാക്കൾ പിറന്ന ഈ സന്താനം 10-14 വയസ്സ് പ്രായമാണ്. അവർ വാപ്പ വഫാത്തായി പോയി. പിന്നെ ജീവിത മാർഗത്തിനുള്ളത് വാപ്പാന്റെ അനന്തര സ്വത്തായി ഒരു തോട്ടം മാത്രമാണ്. ബഹുമാനപ്പെട്ടവർ ആ തോട്ടത്തിൽ വെള്ളം നൽകി അതിനെ പുരോഗമിപ്പിച്ച് അതിൻ്റെ ആയിക്കൊണ്ട് അധ്വാനിച്ച് ജീവിതത്തിലൂടെ മുന്നേറുകയാണ്. ആ സമയത്താണ് ഒരിക്കൽ ഒരു ഫക്കീറായ ഒരു മനുഷ്യൻ ആ തോട്ടത്തിലേക്ക് കയറി വരുന്നത്. അവർ കയറി വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ ഈ ചെറുപ്രായത്തിലാണെങ്കിലും ആ ഫക്കീറിനെ ഇരുത്തുകയും അവരെ സൽക്കരിക്കുകയും നല്ല ഒരു മുന്തിരിക്കൊല എടുത്തു കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് കൊടുക്കുകയും അവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്തു. അത് ഭക്ഷിച്ച് സന്തോഷിച്ച് ആ മഹാനവറുകൾ ആ ഫക്കീർ അവിടുന്ന് വിരിയുന്നതിന് മുമ്പ് അവരുടെ സഞ്ചിയിൽ നിന്ന് ഒരു ചെറിയ റൊട്ടി കഷ്ണം എടുക്കുകയും അത് വായിലൊന്ന് ഇങ്ങനെ ചവച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹുവിന്റെ വായയിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ആ വന്നത് ആരായിരുന്നു? ആ ഫക്കീറിന്റെ കോലത്തിലാണെങ്കിലും അത് അള്ളാഹുവിന്റെ ഉന്നതരായ ഒരു വലിയ ബഹുമാനപ്പെട്ട ഹദരത്ത് ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനവറുകളായിരുന്നു. ബഹുമാനപ്പെട്ടവർ ആ റൊട്ടി കഷ്ണം വായിൽ വെച്ചു കൊടുക്കലോടുകൂടി അത് വായിലിട്ട് ചവച്ച് ഇറക്കലോടുകൂടി ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹുവിന്റെ അവസ്ഥ വ്യത്യാസപ്പെടുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എന്റെ മുന്നിൽ നിന്ന് സർവ്വ മറകളും ഉയർത്തപ്പെടുകയാണ്. അതോടുകൂടി തന്റെ സർവ്വ മറകളും തന്റെ മുന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു. ഭൂമിയുടെ അടി മുതൽ ആകാശത്തിന്റെ അപ്പുറം അർശ് വരെയുള്ള സർവ്വതും എനിക്ക് ദൃശ്യമാകാൻ തുടങ്ങി. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥ പ്രാപിച്ചപ്പോഴും അതിലുകൊണ്ട് അവർ ഒതുക്കിയില്ല, അതുകൊണ്ട് നിർത്തിയില്ല. നാം മനസ്സിലാക്കേണ്ടത് ഈ സന്ദർഭത്തിൽ ആ മഹാനവറുകളുടെ വിപ്ലവത്തിന് തുടക്കം എവിടെ നിന്നാണ്? അള്ളാഹുവിന്റെ ഒരു സ്വന്തക്കാരനായ മഹാനവറുകളുടെ ദൃഷ്ടിയിൽ അവർ പതിഞ്ഞു. അവരുടെ പ്രത്യേകമായ ലാളനയ്ക്ക് അവർ വിധേയരായി മാറി. അവരുടെ സ്നേഹവും അവരുടെ നോട്ടവും ഇവർക്ക് ലഭ്യമായി. അതുകൊണ്ട് നിർത്തിയില്ല. ഈ ഇൽമിന്റെ ദാഹത്തിലായി ബാഹ്യമായ അറിവുകളൊക്കെ പഠിച്ച് പൂർത്തിയാക്കിയതിനു ശേഷം 20-25ഓളം കൊല്ലം നിരന്തരമായി കൊണ്ട് അള്ളാഹുവിലുള്ള തന്റെ ഈ ദൃഢതയും വിശ്വാസവും ഈമാനികമായ പുരോഗതിയും മാത്രം കൈവരിക്കലും ലക്ഷ്യമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സഞ്ചരിക്കുകയും യാത്ര ചെയ്യുകയും അവരുടെ സ്വഹബത്തിലായി നിലകൊള്ളുകയും ചെയ്യുകയാണ്. എല്ലാം ഇൽമുകൾ നേടിയതിനു ശേഷം 10-20 കൊല്ലം നിരന്തരമായി ഒരു ഫക്കീറിനോടൊപ്പം ജീവിക്കാൻ ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു തയ്യാറായത് ഈ മഹത്തായ ഈമാനികമായ ഗുണങ്ങൾ തന്റെ ഉള്ളിൽ ഉണ്ടാക്കാനാണ്. അങ്ങനെ ആ നിഅമത്ത് നേടിയപ്പോഴാണ് ഈ ഉന്നതമായ അവസ്ഥയിൽ പ്രോജ്വലിക്കുന്ന പ്രകാശിക്കുന്ന സൂര്യനെ പോലെ ഇന്ന് ഖാജ റളിയല്ലാഹു അൻഹു ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാനത്തേക്ക് ഈ മഹാന്മാർ എത്തിയത് ഈ ഈമാനിക മേഖലയിൽ ഇതുപോലെ അള്ളാഹുവിന്റെ സ്വന്തക്കാരെ കണ്ടെത്തി അവരോട് സഹവസിച്ച് അവരിൽ നിന്ന് ഈമാനിയായ ഇൽമുകൾ പഠിച്ചത് കൊണ്ടാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. हाँ, आज जो हमको ईमान पर खुद के जाम है, अल्लाह तबारक व ताला क्या इरशाद फरमा रहा है, तुमको जो जाम है मैं ईमान हूँ, ये ईमान मुझे मतलूब नहीं। अल्लाह क्या इरशाद फरमा, या अय्युहल्लज़ीना आमनू आमिनू बिल्लाहि व रसूली, ऐ ईमान वालो जो अपने विरासतन ईमान पे जो जाम कर रहा है, पैदाइशी जैसे मुसलमान मैं तुम्हें बनाया हूँ वैसा अगर तुम समझ रहे हैं कि मैं मोमिन हूँ पैदाइशी, अगर तुम्हें उस पर जाम है तो अल्लाह मुखातिब होकर इरशाद फरमा रहा है ईमान लाओ फिर तुम अल्लाह पर और उसके रसूल पर। मालूम क्या हुआ, उलमा रब्बानीन हमें बतलाते हैं ईमान तखलीदी अल्लाह को मतलूब नहीं, ईमान तहकीकी अल्लाह को मतलूब है। वो तहकीकी ईमान अगर हमारे अंदर पैदा होना है बगैर मेहनत के, बगैर कोशिश के, बगैर कसब के हमको मिलने वाली नेमत नहीं। बुजुर्गों, वो तहकीकी ईमान के लिए हमको चाहिए, हमको शर्त ये हमारे ऊपर लगाई गई है कि हमको सादिकीन की तलाश करना जरूरी है, उनकी नजरों में आना जरूरी है। जब हम उनकी नजरों में आएंगे, जब उनकी सोहबत में जब हम बैठेंगे, ईमान को हमारे अंदर वो मुंतकिल करेंगे अल्लाह की औलखुव्वत से। जब हमारे अंदर ईमान दाखिल होगा अल्लाह से मोहब्बत भी पैदा हो जाएगी, ताल्लुक भी पैदा हो जाएगा, रब्त भी पैदा हो जाएगा। बुजुर्गों, अल्लाह की जात पे भरोसा करने वाला भी बंदा बन जाएगा। ബഹുമാനികളെ, ഇന്ന് നമ്മുടെയൊക്കെ അവകാശവാദം നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ് എന്നാണ്. ഞാൻ പാരമ്പര്യമായ മുസ്ലിമാണ്, എൻ്റെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായിരുന്നു, ഞാനും പാരമ്പര്യ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണ്
എന്ന് നമ്മൾ അവകാശപ്പെടുന്നെങ്കിൽ ഈ ഈമാനിന്റെ അവകാശം ഉന്നയിക്കുന്ന ആളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലിഹി. അള്ളാഹുവിൽ വിശ്വസിച്ചവനെന്ന് അവകാശപ്പെടുന്ന ഈ ആളോട് പറയുകയാണ്, ആമിനു ബില്ലാഹി വറസൂലിഹി, വീണ്ടും നീ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചവനായി മാറണം. ആദ്യം വിശ്വസിച്ചവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വീണ്ടും വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ഇത് ഏത് വിശ്വാസത്തെയാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുഹഖിഖീങ്ങൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ആദ്യം ഇയാളുടെ കയ്യിലുള്ള ഈമാന് അനുകരണ ഈമാന് മാത്രമാണ്. മാതാപിതാക്കൾ അനുകരിച്ച വിശ്വാസം മാത്രമാണ്. അല്ലാഹു തആലാക്ക് അനുകരണ വിശ്വാസം മാത്രം പോരാ. ഇവൻ തഹ്ഖീഖ് ചെയ്യാൻ നിലക്ക് അനുഭവാടിസ്ഥാനത്തിലുള്ള വിജ്ഞാനത്തിന്റെ വക്താവായി മാറണം. ഈ അനുകരണ വിശ്വാസത്തിൽ നിന്ന് മറികടന്ന് അനുഭവ വിജ്ഞാനത്തിലേക്ക് ഈ അനുഭവ ഈമാനിലേക്ക് നിങ്ങൾ വരണം, വിശ്വാസത്തിലേക്ക് വരണം. ഇതാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഈ അനുഭവാടിസ്ഥാനത്തിലുള്ള വിശ്വാസം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് നിരന്തരമായി അള്ളാഹുവിന്റെ അഹ്ലുകാര് അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ മറ്റു മാർഗങ്ങളിലൂടെ ഒരാൾക്ക് അനുഭവ വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് സാധ്യമല്ല. അനുഭവ വിശ്വാസമുള്ള ഒരാളെ കണ്ടെത്തുകയും അവരുടെ നോട്ടത്തിൽ പതിയുകയും അവരുടെ കൃപയുള്ള സഹവാസത്തിലായി ഇയാൾ ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ ഫദ്ൽ കൊണ്ട് അവർ നമ്മുടെ ഉള്ളിലേക്ക് അവരുടെ ഉള്ളിലുള്ള ഈ ഈമാനിനെ പകർത്തി തരുന്നത്. ഇങ്ങനെ ഈമാനുള്ള ആളുകൾ ഉള്ളിലേക്ക് പകർത്തി തരാത്ത കാലത്തോളം സ്വന്തമായ അധ്വാനം കൊണ്ട് ഞാൻ വിശ്വാസിയാകുമെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അത് കേവലം വ്യാമോഹം മാത്രമാണ്. അതുകൊണ്ട് ഒന്നും തന്നെ നേടാൻ സാധ്യമാവുകയില്ല. മറിച്ച് ഈമാനിന്റെ വക്താക്കളായ മഹാന്മാരെ കണ്ടെത്തുകയും അവരോട് സഹവസിക്കുകയും അവരുടെ കൂടെയാവുകയും അവരിൽ ഈമാനികമായ അവസ്ഥ പകർന്നെടുക്കുകയും ചെയ്താൽ ആ സമയത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനുള്ള മുഹബ്ബത്തും ഉണ്ടാകും, അള്ളാഹുവിന്റെ ഖശിയത്തും ഉണ്ടാകും. അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സമാധാനികളായി ജീവിക്കുന്ന അവസ്ഥയും അള്ളാഹു തആല നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. बुजुर्गों, बात अच्छी तरीके से हम ज़हन नशीन करें। ईमान ही है हमको अफजल बनाने वाला, कोई दूसरी चीज नहीं जो हमको अफजल बनाएगी, आला बनाएगी, मकाम व मर्तबा अता करेगी। अगर हमको अल्लाह के नज़दीक अगर मकाम होना है, अगर मोहम्मदुर रसूलुल्लाह की नज़रों में अगर हमको अजीज बनना है, अगर अफजल अगर बनना है, आला अगर हमको बनना है, हमको एक ही चीज करना ये है कि जो ईमान अल्लाह ताला अपने महबूबीन के अंदर पैदा किया है वो ईमान को हासिल करने की हम कोशिश करो। वो ईमान जब हमारे क़ुलूब में दाखिल होगा, अल्लाह ताला हमको सबसे आला बनाएगा, सबसे अरफा बनाएगा, अफजल अल्लाह हमको बनाएगा, मकाम व मर्तबा अल्लाह हमको अता करेगा। देखो सहाबा की जिंदगियों को, सरकार दो आलम सल्लल्लाहु अलैहि वसल्लम की सोहबतों में बैठे सहाबा के दिलों में अल्लाह के हबीब ईमान को उतारे हैं, उनके दिलों में ईमान को उतारे अल्लाह के हबीब मोहम्मदुर रसूलुल्लाह। अल्लाह के औलखुवत से जब ईमान उतरा तो क्या मामला है सहाबा का, क्या मामला है, क्या मुकाम व मर्तबा है। अहले सुन्नत वल जमात का अकीदा है सबसे आला अगर अंबिया के बाद अगर किसी को अगर मकाम है तो सिद्दीक अकबर रजी अल्लाह ताला अन्हु का। अल्लाह के हबीब क्या इरशाद फरमा रहे हैं, मेरी उम्मत में सबसे अफजल अगर कोई है तो वो सिद्दीक है, सिद्दीक है। वजह क्या है सिद्दीक अफजल होने की? अल्लाह के हबीब क्या इरशाद फरमा रहे हैं, मैं उसको कुछ राज बताया हूँ, उस राज की बिना पर अल्लाह ने उसको सबसे अफजल बना दिया है, सबसे आला बनाया है। अल्लाह ताला हमारे अंदर भी वो राज का कुछ जर्रात हमारे अंदर भी पैदा फरमाए। ബഹുമാനികളെ, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ളവരായി മാറണമെങ്കിൽ, ശ്രേഷ്ഠതയുടെ അവകാശികളായി മാറണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൃഷ്ടിയിൽ ഔന്നിത്യമുള്ളവരാകണമെങ്കിൽ, ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ ഉന്നതിയുടെ ഏണിപ്പടികൾ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക മാർഗം ഈമാൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഈമാൻ ഹൃദയത്തിലേക്ക് ഇറക്കുക. ഈ ഈമാൻ ഹൃദയത്തിലേക്ക് ഇറങ്ങൽ കൊണ്ട് മാത്രമേ ഉന്നതിയും അവസ്ഥയും സ്ഥാനവും മഹത്വവും ഒക്കെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും നോട്ടത്തിലുമൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ നോക്കുക, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നാണ് മഹാന്മാരായ സ്വഹാബത്ത് ഈമാൻ പകർന്നെടുത്തത്.
സഹാബത്തിന്റെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പകർന്നു കൊടുത്തത് അള്ളാഹുവിന്റെ റസൂലാണ്. അവര് റസൂലുള്ളാഹിനോട് സഹവസിച്ചു, റസൂലുള്ളാഹിന്റെ സഹവാസത്തിൽ നിന്നുകൊണ്ട് ഈമാനിയായ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവരുടെ ഔദാര്യം കൊണ്ട് അവരുടെ ഉള്ളിലേക്ക് ഈമാൻ പകർന്നു കൊടുത്തു. ആ ഈമാനിന്റെ പേരിലാണ് ഉന്നതന്മാരായ സ്വഹാബത്തിന്റെ അവസ്ഥകളൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം അമ്പിയാക്കൾക്ക് ശേഷം മൊത്തം ജനങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ശ്രേഷ്ഠരുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിദ്ദീഖുൽ അക്ബറിനുള്ള ശ്രേഷ്ഠത അവരുടെ നിസ്കാര നോമ്പിന്റെ വർധനവ് കൊണ്ടല്ല, മറിച്ച് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഒരു വസ്തുത അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്, അതിന്റെ പേരിലാണ് സിദ്ദീഖുൽ അക്ബർ ഏറ്റവും ഉന്നതരായി മാറിയിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ബഹുമാനികളെ, ആ അള്ളാഹുവിന്റെ റസൂൽ പകർന്നു കൊടുത്ത ആ രഹസ്യം, അതിന്റെ ഒരു എളിയ പങ്ക് പ്രാപിക്കാൻ അള്ളാഹു തല സാധുക്കളായ നമുക്കും അള്ളാഹു തല തൗഫീഖ് ചെയ്യും. बुजुर्गों, सरकार क्या इरशाद फरमा रहे हैं, सिद्दीक को जो फजीलत मिली है वो कोई अमल की बिना पर नहीं बल्कि राज की बिना पर अल्लाह ताला फजीलत उसे अता किया है। बुजुर्गों, हम अमल पे अमल कर रहे हैं लेकिन हमारे अंदर ईमान नहीं है। अल्लाह ताला हमें नेक तौफीक अता फरमाए। बुजुर्गों, अमल करना है, करो, अमल करो, लेकिन ईमान के साथ अमल करो। जब ईमान के साथ हमारे अंदर अमल पैदा होगा, अल्लाह ताला उस अमल को भी सदक़े में मुहम्मदुर रसूलुल्लाह के क़बूल फरमाएगा। ബഹുമാനികളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത അവരുടെ അമലുകളുടെ വർധനവ് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അവരുടെ നെഞ്ചിലേക്ക് പകർന്നു കൊടുത്ത രഹസ്യത്തിന്റെ പേരിലാണ്. എന്നാൽ ഇന്ന് നാം അമലുകളുടെ മേൽ അമലുകൾ ചെയ്യുന്നു, പക്ഷേ ഈമാനിന്റെ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ബഹുമാനികൾ, അമൽ ചെയ്യണം, അമൽ ചെയ്തേ മതിയാകൂ, അമലാർക്കും ഒഴിവാക്കാൻ യാതൊരു മാർഗവുമില്ല. പക്ഷേ ഈ അമലുകൾ ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ യാഥാർത്ഥ്യത്തെ പ്രാപിക്കാൻ ആവശ്യമായ ഈമാൻ, അള്ളാഹുവിന്റെ ദാത്തിലുള്ള ഈ ഉറപ്പ്, ഇത് പ്രാപിക്കേണ്ട ആളുകളുമായി സഹവസിച്ച് നാം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഫضل കൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫലവത്താകും, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായി മാറുകയും ചെയ്യുന്നതാണ്. अब सरकार दो आलम सल्लल्लाहु अलैहि वसल्लम सिद्दीक अकबर रजी अल्लाह ताला अन्हु को जो राज अता किए, वो राज कई किस्म के राज हो सकते हैं, लेकिन वो राज के कुछ झलक हजरत उमर फारूक रजी अल्लाह ताला अन्हु इरशाद फरमा रहे हैं। वो राज का कुछ झलकियां, कुछ झलक वो उमर फारूक रजी अल्लाह ताला अन्हु राज को कुछ खोल रहे हैं, बयान फरमा रहे हैं। अल्लाह ताला सिद्दीक को जो फजीलत अता किया है, कैसी फजीलत है। अगर सारी उम्मत के लोगों का अगर ईमान एक तराजू के पल्ले में रख दे, सिद्दीक के अगर ईमान को एक तराजू के पल्ले में रख दे, तो उम्मत के ईमान का तराजू का पल्ला वजन नहीं रहेगा, बल्कि सिद्दीक अकबर रजी अल्लाह ताला अन्हु के ईमान का तराजू का पल्ला वजन हो जाएगा, भारी हो जाएगा। बुजुर्गों, वहां पर भी ईमान, सहाबा भी क्या बयान फरमा रहे हैं। अगर सिद्दीक को अगर फजीलत मिली है रजी अल्लाह अन्हु को, किस वजह से, ईमान की बुनियाद पर, ईमान की बुनियाद पर अल्लाह ताला उन्हें मकाम और मर्तबा अता किया है। हमको भी चाहिए कि ईमान कुछ हमारी जिंदगी में हम पैदा करें। जब ईमान हमारे अंदर पैदा होगा, अल्लाह ताला कई खूबियों का मालिक सदक़े में मुहम्मदुर रसूलुल्लाह के अल्लाह हम और आपको बनाएगा। ബഹുമാനികളെ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം, മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അവരുടെ നെഞ്ചിലേക്ക് പകർന്നു കൊടുത്ത രഹസ്യത്തിന്റെ പേരിലാണ്. എന്താണ് ആ രഹസ്യം? അത് പല നിലക്കും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ആ രഹസ്യം എന്താണെന്ന്. എന്നാൽ അതിലേക്കുള്ള ഒരു ചെറിയ സൂചന ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹൽ വചനത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എന്തായിരിക്കാം അത്? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഥവാ ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളുടെയും, ഈ സമുദായത്തിലെ സർവ്വ മുഅ്മിനീങ്ങളുടെയും ഈമാന് മുഴുവനും തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുകയും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന് മറുതട്ടിലും വെച്ചാൽ, ഏതൊരു തട്ടിലാണോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന് വെക്കപ്പെട്ടതെങ്കിൽ ആ തട്ടായിരിക്കും താഴ്ന്നു പോകുക, അതിനായിരിക്കും ഭാരം കൂടുക എന്ന്
ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ സമുദായത്തിൽ സർവരും സമ്പാദിച്ച ഈമാനിനേക്കാൾ മികച്ച ഈമാനിന്റെ വക്താവാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ മഹത്വങ്ങളിലേക്ക് ഇവരെ എത്തിച്ചിട്ടുള്ളതിന്റെ പ്രധാനമായ കാരണങ്ങളിലേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ അവരുടെ ഈമാനിന്റെ ഔന്നിത്യത്തെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഉന്നതമായ ഈമാൻ എപ്രകാരം മഹാന്മാരായ സഹാബത്ത് കൈവരിച്ചോ, മഹാന്മാരായ ഔലിയാക്കൾ കൈവരിച്ചോ, നമ്മളും അഥവാ പരിശ്രമിക്കുകയാണ്, അധ്വാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മമായിക്കൊണ്ട് ആ ഈമാനിന്റെ അംശങ്ങൾ നമുക്കും നൽകുന്നതാണ്. ആ ഈമാനിൽ നാം അധ്വാനിച്ച് ഈമാനുള്ളവരായി നാം മാറിയാൽ പിന്നെ നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി മാറുകയും ചെയ്യുന്നതാണ്. जब ईमान हमारे अंदर पैदा हो जाएगा, अल्लाह कई खूबियां हमको अता फरमाएगा, कई खूबियां अल्लाह हमको अता फरमाएगा. अब हमारे अंदर ईमान है या नहीं है, कैसा हमको पता चले? अल्लाह ताला जो निशानियों को बयान किया है उसमें से एक निशानी ये है, वमिम्मा रज़क़नाहुम युनफ़िक़ून, जो मैं तुम्हें दिया हूँ वो ईमान वाले की कैफियत होती है कि वो मेरी राह में इंफाक करता है. आज हमारा क्या मामला है? आज हमारा क्या मामला है? हम ईमान का दावा करते हैं, ऐलान करते हैं, लेकिन हमारी जिंदगियों में अगर हम देखें हमको पता चलेगा हम अल्लाह की मोहब्बत की खातिर हम अल्लाह की बंदों पे भी मोहब्बत का इजहार नहीं करते. अल्लाह की मोहब्बत का ऐलान तो करते हैं लेकिन अल्लाह के बंदों के ऊपर हम इन्फाक नहीं करते. बुजुर्ग और ऊपर से हम ये ऐलान भी कर रहे हैं मैं अल्लाह की मोहब्बत करता हूँ, अल्लाह से मोहब्बत करता हूँ. अल्लाह हमको अपना महबूब नहीं बनाएगा जब तक कि हम अल्लाह के बंदों पर मोहब्बत का इजहार न फरमाएं. ബഹുമാനികളെ, ഈ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ശരിയായ ഈമാനിന്റെ വക്താവായി മാറിയിരിക്കുന്നു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? അത് മനസ്സിലാക്കാൻ ഖുർആനിലും ഹദീസിലും അതിന് ധാരാളം അടയാളങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഈ അടയാളങ്ങൾ നമ്മൾ ഒക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാഹു തആല ആവശ്യപ്പെടുന്ന ഈമാനിന്റെ വക്താവായി ഞാൻ മാറിയിട്ടുണ്ട്. പക്ഷേ ആ അടയാളങ്ങൾ അഥവാ നമ്മിൽ കാണുന്നില്ല എങ്കിൽ പിന്നെ നാം ഈമാനിന്റെ വക്താവാണെന്ന് അവകാശപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിനുള്ള ഈമാൻ ഒരാളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടയാളങ്ങളിൽപ്പെട്ട അടയാളമാണ് അയാൾ അള്ളാഹുവിനെ അതിയായി സ്നേഹിക്കുന്നവനാണ്. ഈ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ ഈ അടിമ അള്ളാഹുവിനെ വഴിപ്പെടുന്ന കാര്യങ്ങളും നിർവഹിക്കും, അതോടൊപ്പം അള്ളാഹുവിന്റെ അടിമകളെ അവർക്ക് സേവനവും ചെയ്യും, അവരെ സ്നേഹിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ സ്നേഹത്തിന് അള്ളാഹുവിന് വഴിപ്പെടുന്നതിനോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സ്നേഹത്തിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടിമകളെയും സ്നേഹിക്കുന്ന അവസ്ഥ ഇയാളിൽ ഉണ്ടായിത്തീരും. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന രംഗത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ അടിമകളെ സ്നേഹിക്കുന്ന രംഗത്തും നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അടിമകളോടുള്ള സ്നേഹവും അവരുടെ കടപ്പാടുകളും പൂർത്തിയാക്കുന്നവൻ മാത്രമേ ഈമാനിന്റെ ലക്ഷണമുള്ളവരായി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈമാനിന്റെ അടയാളങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അല്ലാഹു തആല വിശദീകരിച്ച ഒന്നാണ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതായ വസ്തുക്കളിൽ നിന്നും സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. ആർക്കാണ് ചെലവഴിക്കുക? അള്ളാഹുവിന്റെ അടിമകളുടെ മേൽ ചെലവഴിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ സ്നേഹത്തിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടിമകളെ സ്നേഹിച്ച് അവരോട് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാൻ നമ്മൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്ന് നാം നമ്മുടെ ജീവിതത്തിൽ പരിശോധന നടത്തേണ്ടതാണ്. बुजुर्गों और दोस्तों, आज हमको अल्लाह की मोहब्बत का दावा भी है और दूसरी जानिब मखलूक की खिदमत भी हमारे अंदर नहीं है. कैसे ईमान हमारे अंदर रहेगा? बुजुर्गों, अल्लाह की मोहब्बत अगर हमारे अंदर है तो दूसरी जानिब मखलूक की खिदमत का भी हमारे अंदर ज़ौक़ और शौक़ रहे, तब कहीं ईमान की कैफियत, एक अलामत हमारे अंदर पैदा होगी. अल्लाह से मोहब्बत है तो अल्लाह के बंदों से भी मोहब्बत हमारे अंदर पैदा हो. आज हम कैसे दौर से हम गुजर रहे हैं? आज बाप बेटे से मोहब्बत करता है तो मनफियत, फायदे के खातिर, बेटा बाप से मोहब्बत करता है तो फायदे के खातिर. बुजुर्गों, औलाद अपनी माँ से, माँ अपनी औलाद से, बीवी अपने शौहर से, शौहर अपने बीवी से अगर मोहब्बत
बुजुर्गों, मनफियत, मुझे क्या मिलेगा, मुझे क्या मिलेगा, मेरा फायदा इसमें क्या होगा, मेरा फायदा इसमें क्या होगा, भाई भाई से मोहब्बत, तो मेरा फायदा क्या होगा। बुजुर्गों और दोस्तों, ये ईमान वाले की निशानी नहीं, ये ईमान वाले की निशानी नहीं। बुजुर्गों, ईमान वाला वो होता है जो मनफियत नहीं बल्कि अल्लाह की मोहब्बत के खातिर वो अल्लाह के बंदों की खिदमत करता है। देखो आज कैसे जमाने से हम गुजर रहे हैं। बुजुर्गों, बाप बेटे से मोहब्बत करता है, वजह क्या है, मुझे ला कर देगा, मुझे ला कर देगा, मुझे, मैं आराम से खा सकूंगा। जब बेटा बस होकर जब वापस आ जाता है घर को, जब बाहर से खुरूज होकर जब हिंदुस्तान जब आ जाता है, बाहर से जब एग्जिट होकर जब घर को आ जाता है, बाप को भी एक नफरत पैदा होती है अपनी औलाद से। कब तक बैठेगा, कब तक बैठेगा। हर वक्त जब जबान से पहले दुआएं निकलती थी, आज वही औलाद के लिए जब कमा नहीं रहा है तो वही औलाद के लिए बदुआ। बुजुर्गों, आज हम कैसे दौर से हम गुजर रहे हैं। जब बाप माजूर हो गया, जब तक बाप लाके देता था बेटे को अजीज, जब बाप माजूर हो गया, बेटे को पसंद भी नहीं आ रहा है बाप को रखना। अल्लाह ताला ऐसे दौर से हमें गुजार रहा है, अल्लाह हमें नेक तौफीक अता फरमाए। मेरे वालिद हमेशा, शेख हमेशा इरशाद फरमाते थे, माँ बाप जब तक है तो कदर करना सीखो। अगर हम कदर कर लेंगे, अल्लाह उनके कदमों में हमारी जन्नत को रखा है। अल्लाह हमें नेक साले औलाद बनने की तौफीक, हमारी औलाद को भी बनाने की तौफीक अता फरमाए। ബഹുമാനികളെ, നമ്മുടെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ, ഈമാനിന്റെ വക്താക്കളായി നാം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളം അള്ളാഹുവിനെ ശക്തമായ നിലക്ക് സ്നേഹിക്കുമെന്നുള്ളതാണ്. ഏതൊരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവോ അവൻ അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അവരെ സേവിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ തൃപ്തിയിൽ അള്ളാഹുവിന്റെ അടിമകളെ സ്നേഹിക്കാനോ അവരെ സേവിക്കാനോ ഒരാൾ തയ്യാറല്ല എങ്കിൽ അതിന്റെ അർത്ഥം അയാളുടെ ഉള്ളിൽ അള്ളാഹുവിനോട് സ്നേഹമുണ്ടായിട്ടില്ല, അയാളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ഇന്ന് നാം നോക്കിയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ അടിമകളെ സേവിക്കുക, അവരെ സ്നേഹിക്കുക എന്ന രംഗത്ത് നമ്മൾ എത്രമാത്രം പരാജയപ്പെട്ടിട്ടാണുള്ളത്. ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, മറ്റുള്ള സഹോദരങ്ങളും ജനങ്ങളും സൃഷ്ടികളും അവിടെ ഇരിക്കട്ടെ, ഒരു മനുഷ്യന് ഏറ്റവും കടപ്പെട്ടതായ മാതാപിതാക്കൾ വരെ, ഒരു വാപ്പ മകനെ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഇന്ന് സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. മക്കള് മാതാപിതാക്കളെ, ഉമ്മാനെ ഉപ്പാനെ സ്നേഹിക്കുന്നതെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ്. സഹോദരൻ സഹോദരനെ സ്നേഹിക്കുന്നത് സ്വാർത്ഥ താല്പര്യത്തിനാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിലൂടെ ഇത് ചെയ്താൽ എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് ലാഭമാണുള്ളത്, സ്വന്തം ലാഭം മാത്രം നോക്കിക്കൊണ്ട് മറ്റുള്ളവരെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ വരെ സ്വന്തം മക്കളെ വരെ സ്നേഹിക്കുന്ന സേവിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ജനങ്ങൾ അകപ്പതിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഗതികേടിലേക്ക് നമ്മൾ എത്തിയത്? നാം മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമായിട്ടില്ല. അള്ളാഹുവിനോട് സ്നേഹമായിരുന്നെങ്കിൽ നമ്മൾ ആ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടിമകളെയും സ്നേഹിക്കുന്നവരായി മാറുമായിരുന്നു. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സൃഷ്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരാളും തന്നെ വിശ്വാസിയായി മാറുകയില്ല. ഈ സൃഷ്ടികളെ സേവിക്കുന്നതും അവരെ സ്നേഹിക്കുന്നതും അള്ളാഹുവിന്റെ സ്നേഹത്തിലാകണം, അള്ളാഹുവിന്റെ സ്നേഹത്തിൽ സ്നേഹിക്കണം. നമ്മുടെ അവസ്ഥ എന്താണ്? മക്കള് വിദേശത്ത് പോയി നന്നായി സമ്പാദിക്കുന്ന സമയത്ത് ഉമ്മാക്കും വാപ്പാക്കും എന്തെന്നില്ലാത്ത പ്രിയപ്പെട്ടവനാണ് ഈ മകന്. എന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. 10ഉം 20ഉം കൊല്ലം അധ്വാനിച്ച് ക്ഷീണിച്ച് രോഗിയായി നാട്ടിലേക്ക് മടങ്ങി ഇപ്പൊ അധ്വാനിക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തിയാൽ പിന്നെ ആർക്കും ഇയാളെ കണ്ടുകൂടാ, ആർക്കും ഇയാളെ വേണ്ട. ഇയാൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നവർ വരെ ഇയാൾക്ക് കേടായി എന്തുവരെ, ഏതുവരെ ഇയാൾ ഇങ്ങനെ ഇരിക്കും, ഏതുവരെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അയാളെ ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. തന്റെ കാര്യം നടന്നപ്പോൾ സ്നേഹവും ദുആയും ഒക്കെ ഉണ്ട്, കാര്യം നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ഒന്നുമില്ല. വാപ്പയും ഉമ്മയും യുവത്വത്തിൽ സമ്പാദിച്ചിരുന്ന കാലത്ത്, തനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നിരുന്ന കാലത്ത് മക്കൾക്ക് വാപ്പയും ഒക്കെ വലിയ പ്രിയപ്പെട്ടവരാണ്.
പക്ഷേ വാപ്പാക്കും ഉമ്മാക്കും സമ്പാദിക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റാതെ ക്ഷീണിച്ച അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഈ സ്വന്തം മക്കൾക്ക് പോലും ഈ വാപ്പാനും ഉമ്മാനും പിന്നെ കണ്ടുകൂടാ, അവർക്ക് വീട്ടിൽ വെച്ച് വളർത്തിക്കൂടാ എന്ന അവസ്ഥയിലേക്ക് മക്കൾ എത്തിയിരിക്കുകയാണ്. ഈ നിലയ്ക്ക് നാം നമ്മുടെ സമ്പത്തും നമ്മുടെ സർവ്വതും ഏതൊരു വിഭാഗത്തിന് വേണ്ടി ബലിയർപ്പിക്കേണ്ടിയിരുന്നോ, ഏതൊരുത്തരുടെ സേവനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടിയിരുന്നോ, അതുപോലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ അടിമകളെ പൊതുവായി സേവിക്കുക എന്നുള്ള ഈമാനിന്റെ അടയാളം നമ്മൾ ഇന്ന് എവിടെ കാണാനാണ്? അതുകൊണ്ട് തന്നെ എൻ്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, ഈ മാതാപിതാക്കളെ വാർദ്ധക്യകാലത്താകട്ടെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ അവർക്ക് ധനം കൽപ്പിക്കുക, അവരുടെ മഹത്വങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. കാരണം അവരുടെ മഹത്വങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവരുടെ പാദങ്ങളിലാണ് നിങ്ങൾക്കുള്ള സ്വർഗം അല്ലാഹു വെച്ചിട്ടുള്ളത്. ആ സ്വർഗത്തിന്റെ അവകാശികളായി നമുക്ക് മാറും. അതിൽ നിന്ന് പിന്തിരിയാൻ ഒരു അടിമക്കും യാതൊരു അവകാശവുമില്ല. अजीज दोस्तों और बुजुर्गों, आज कहाँ है हम हमारे अंदर? आज अल्लाह की मोहब्बत का तो ऐलान है, लेकिन वो मोहब्बत की निशानी हमारे अंदर नजर नहीं आती। मोहब्बत की निशानी हमारे अंदर नजर नहीं आती। देखो कैसा ईमान खुद के सीने से मोहम्मद रसूलुल्लाह सहाबा के अंदर दाखिल फरमाए, कैसा उनके अंदर तब्दीली आई। मोहब्बत इलाही का ऐलान नहीं, बल्कि उनके अंदर निशानियां पैदा हो रहे हैं, करके वो बतला रहे हैं। सिद्दीक अकबर रजी अल्लाह तआला अन्हु सिर्फ बोल नहीं रहे हैं सबसे अफजल है, बल्कि करके भी बतला रहे हैं, करके भी बतला रहे हैं। सिद्दीक अकबर रजी अल्लाह तआला अन्हु के दौर खिलाफत में सिद्दीक अकबर रजी अल्लाह तआला अन्हु का मामूल था, हर दिन आप रात के पहले पहर में एक हाथ में टिफिन लेकर एक गली में से दाखिल होकर एक घर में दाखिल हो जाते। एक दफा आपको दे जाते हुए हजरत उमर फारूक रजी अल्लाह तआला अन्हु ने भी देखा। जब आप देखे तो पीछे पीछे गए, यहाँ तक देख रहे हैं कि सिद्दीक अकबर अमीरुल मोमिनीन हाथ में टिफिन पकड़े हुए हैं और घर में दाखिल हो रहे हैं, घर में दाखिल हो रहे हैं। हजरत अमीरुल मोमिनीन हजरत सिद्दीक अकबर रजी अल्लाह तआला अन्हु का जब विसाल हो गया, हजरत उमर फारूक जब दौर खिलाफत पर जब बैठे फाइज हुए, तो सिद्दीक अकबर रजी अल्लाह तआला अन्हु का यह अमल करने की ख्वाहिश पैदा हुई। आपने भी वो रात का पहला पहर का इंतजार किया, हाथ में टिफिन पकड़ा और जहां पर जिस गली से जिस रास्ते से सिद्दीक अकबर जाते थे आप भी वहां से गुजरे, और जिस दरवाजे में दाखिल होते थे आपने भी वहां से दाखिल हो गया। जब दाखिल हो गए, देखते हैं एक औरत वहां पर, ज़ईफ औरत बैठी हुई है, ज़ईफ औरत वहां पर बैठी हुई है, आंखों से नाबीना है, कुछ दिखता नहीं है। सिद्दीक अकबर का मामूल था, हर दिन आप अपने हाथों से उस माजूर औरत जिसको आंख दिखती नहीं उसको अपने हाथों से खिलाते। हजरत उमर फारूक रजी अल्लाह तआला अन्हु जरा गौर और फिक्र फरमाइए, सिद्दीक अकबर को क्या जरूरत है, सिद्दीक अकबर को क्या जरूरत है ये अमल की क्या जरूरत है? मोहम्मदुर रसूलुल्लाह की सोहबत में बैठने वाले बुजुर्गों, उनको तहज्जुद इशराक अगर पढ़ लेते तो काम चल जाता, अल्लाह को राजी कर लेते तो हो जाता। लेकिन सिद्दीक अकबर का मामला क्या है? अल्लाह के बंदों पे अगर हम रहम करेंगे तो अल्लाह हम पर रहम करेगा, अल्लाह हम पर रहम फरमाएगा। बुजुर्गों, खल्क का काम, खिदमत खल्क कैसा अंजाम दे रहे हैं? आपके सुन्नत को जिंदा रखने के लिए से उमर फारूक भी गए, टिफिन खोले, अपने हाथों से खिलाए। वो खिलाते ही जो आंखों से माजूर है, देख नहीं सकती वो औरत, क्या कहती है? आज हाथ बदला हुआ नजर आ रहा है, क्या मामला है? बदला हुआ दिख रहा है, क्या मामला है? उमर फारूक ये कहते हैं, अम्मा जान, सिद्दीक अकबर का विसाल हो गया है, मैं उमर फारूक हूं। आप इरशाद फरमाते, हाँ मुझे मालूम हो गया। सिद्दीक उमर फारूक अर्ज करते हैं, अम्मा जान आपको कैसा मालूम हुआ, कैसे मालूम हुआ? हाथ बदल गया है, कोई और आपको खिला रहा है। आप क्या इर्शा, वो औरत जो ज़ईफ है क्या कहती है? जब तक सिद्दीक थे दांत मेरे मुंह में नहीं है, दांत मेरे मुंह में नहीं है। सिद्दीक का मामूल था, मेरे सामने बैठते, टिफिन खोलते और वो खुद निवाला पहले मुंह में लेते, चबाते, उसके बाद निकाल कर मेरे मुंह में दाखिल करते, उसके बाद मेरे मुंह में दाखिल करते ताकि मेरे को अंदर उतारने में आसानी पैदा हो। आज वो मामूल नजर नहीं आया, सीधा खाना मेरे मुंह में आया, इसीलिए मैं पहचान गई। बुजुर्गों,
ये सिद्दीक अकबर, इसीलिए अल्लाह के हबीब सबसे अफजल कह रहे हैं उम्मत में। अल्लाह ताला उनके ईमान के ज्योतियों के गरज का कुछ हिस्सा हमारे अंदर भी पैदा फरमाए तो हमारी दुनिया व आखिरत दो भी कामयाब हो जाएगी। ബഹുമാനികളെ, ഏതൊരു ഉന്നതന്മാരായ മഹാന്മാര് ഈമാനിക ലോകത്ത് ഔന്നത്യ മേഖലയിൽ വിരാജിക്കുന്നോ അവരുടെയൊക്കെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടിമകളെ അവർ സേവിച്ചിരുന്നതിൻ്റെ അവസ്ഥകൾ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ അടിമകളെ സ്നേഹിക്കുകയും അവരുടെ ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈമാനുള്ളവരാണെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളെ സ്നേഹിക്കുകയും അവരുടെ ഖിദ്മത്ത് ചെയ്യുകയും അവരുടെ ഹുക്കൂക്കുകൾ പൂർത്തീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഏതൊരാളും ശരിയായ മുഅ്മിനായി മാറുകയുള്ളൂ. അതല്ലാതെ ഞാനും മുഅ്മിനാണ് എന്ന് പറഞ്ഞു നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കുന്ന രംഗത്ത്, അടിമകൾക്ക് സേവനം ചെയ്യുന്ന രംഗത്ത് നമ്മൾ പരാജയപ്പെട്ടവരാണെങ്കിൽ ഈമാനികമായ അടയാളങ്ങൾ നമ്മൾ ഒത്തിട്ടില്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ നോക്കുക, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിലെ സർവരിലും കൂടുതൽ ഈമാനിന്റെ വക്താവാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയെങ്കിൽ അവർ എപ്രകാരം ഈമാനിൽ ഉന്നതരായിരുന്നോ ഈ ഗുണങ്ങളും അവരിൽ ഏറ്റവും ഉന്നതമായ നിലക്ക് നമുക്ക് കാണാൻ സാധ്യമാകുന്നതാണ്. അവരുടെ ജീവിതത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ അവർ തെളിയിക്കുകയും ചെയ്തു ഏറ്റവും ഉന്നതമായ ഈമാനിന്റെ അടയാളങ്ങൾ അവരിലുണ്ട് എന്നുള്ളത് നമുക്ക് ലോകത്തിന് കാണാൻ സാധ്യമാകുന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ ഖലീഫത്തുൽ മുസ്ലിമീനാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ ചക്രവർത്തിയായി, ഭരണാധിപനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ ഭരണാധിപനായ വ്യക്തിത്വം പകല് മുഴുവനും അവരുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി രാത്രിയിൽ അവരുടെ ഇബാദത്തും മറ്റൊക്കെ പൂർത്തിയാക്കി രാത്രിയുടെ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം ഇരുട്ടിൽ ആരും കാണാതെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കയ്യിൽ ഒരു ചെറിയ പാത്രവും എടുത്തുകൊണ്ട് മദീനയിലെ ഒരു വഴിയിലൂടെ, ഒരു ചെറിയ ഗല്ലിയിലൂടെ, ഒരു ചെറിയ വഴിയിലൂടെ അവർ പ്രവേശിച്ചു പോവുകയാണ്. ആർക്കും കാണാൻ സാധ്യമല്ല എവിടേക്കാണ്, എന്താണ് ഈ ചെയ്യുന്നത് എന്ന്. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരുടെ കണ്ണിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പോകുന്നത് കാണാൻ സാധിക്കുകയാണ്. അവരെ പതുക്കെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ പുറകെ പോയി നോക്കുകയാണ്. അതല്ല, ഈ രാത്രി ഇത്രയും വൈകിയതിനു ശേഷം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ പാത്രവുമായി കൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എവിടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? അവർ പതുക്കെ പിന്നിൽ പോയി നോക്കിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുകയും അവിടെ രോഗിയായി കിടക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീക്ക് ഭക്ഷണം കൊണ്ടുപോയി നൽകുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ പ്രവർത്തനം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തുടർന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിശാലായി യാത്ര പറഞ്ഞു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് സ്ഥാനം ഏറ്റെടുത്തു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതേ സുന്നത്ത് പൂർത്തീകരിക്കാം, അവിടെ അതേ പതിവ് നിർവഹിക്കാം എന്ന് മനസ്സിലാക്കി രാത്രി പകുതിയായതിനു ശേഷം ബഹുമാനപ്പെട്ടവരും എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ആരും കാണാതെ ഒരു പാത്രത്തിൽ ഭക്ഷണവുമായി കൊണ്ട് ആ വഴിയിലൂടെ പോവുകയും ആ വാതിലിലൂടെ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത സമയത്ത് അവിടെ അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തിയ ഒരു വൃദ്ധയായ സ്ത്രീയാണുള്ളത്. അവർക്ക് വായിൽ പല്ലില്ല, അവർക്ക് കണ്ണ് കാണുകയില്ല. ആ സ്ത്രീക്കാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും രാത്രി അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. നാം മനസ്സിലാക്കണം, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം എന്താണുള്ളത്? അവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ആരുടെയും കയ്യിൽ പറഞ്ഞയക്കാം, കൊടുത്തയക്കാം, പലതും ചെയ്യാമല്ലോ. അവർക്ക് ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാം, മറ്റു പുണ്യങ്ങൾ ചെയ്യാം, പലതും നിർവഹിക്കാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ സഹവാസം സ്വീകരിച്ച ഏറ്റവും ഉന്നതരായ സ്വഹാബത്ത്, അവരുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞാൽ എണ്ണി തീർക്കാൻ കഴിയുകയില്ല. ഇത്രയും മഹത്വങ്ങളുള്ള അവര് അതിലൊന്നും മതിയാക്കാതെ ഈ വൃദ്ധയായ സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രവർത്തനം സ്വന്തം കൈകളെ കൊണ്ട് നിർവഹിക്കാൻ അവിടെ എത്തുന്നതിന്റെ ആവശ്യകത എന്താണ്? അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച ഈമാനിന്റെ ശക്തിയാണ് അത് കാണിക്കുന്നത്. ഈമാനിന്റെ അടയാളമാണ് പ്രകടമാകുന്നത്. അതല്ലാതെ ഒരു പ്രവർത്തനം ചെയ്യുക എന്നുള്ള നിലക്കല്ല. ഈമാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിന്റെ പ്രകാശമാണ് ഈ പുറത്തേക്ക് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതേ സുന്നത്ത് അടിസ്ഥാനത്തിൽ ഈ ഭക്ഷണവുമായി ചെന്ന് പാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുത്ത് ഈ വൃദ്ധയായ കണ്ണ് കാണുന്ന സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്ന് അല്പം എടുത്ത് കുഴച്ചുകൊണ്ട് അവരുടെ വായിൽ കൊടുത്തു.
കൊടുത്ത ഉടനെ തന്നെ ആ വൃദ്ധയായ സ്ത്രീ ചോദിച്ചു, അതല്ല എന്ത് പറ്റി? സാധാരണ എനിക്ക് ഭക്ഷിപ്പിക്കുന്ന ആ കൈ എവിടെ പോയി? ഇന്ന് കൈ മാറിയിരിക്കുന്നല്ലോ. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്. ഇവർക്ക് കണ്ണ് കാണുകയില്ല, അന്ധയായ സ്ത്രീയാണ്. ഇവർക്ക് എങ്ങനെയാണ് ഈ കൈ മാറിയത് അറിഞ്ഞത്? എങ്ങനെ നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ആ മഹദി പറയുകയാണ്, എൻ്റെ വായിൽ പല്ലില്ല, എനിക്ക് ഭക്ഷണം നേരെ കഴിക്കാൻ കഴിയുകയില്ല. സാധാരണ എനിക്ക് ഭക്ഷണം നൽകുന്നവര് അവർ സ്വയം കുഴച്ചതിന് ശേഷം ആ ഭക്ഷണം അവരെ വായിലേക്കിട്ട് സ്വയം ചവച്ച്, ആ ചവച്ചതിന് ശേഷം അതെടുത്തുകൊണ്ട് എൻ്റെ വായിൽ നൽകലാണ് പതിവ്. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ടവര് എനിക്ക് ഭക്ഷണം നൽകിയിരുന്നത്. ഇന്ന് നിങ്ങൾ നേരെ കുഴച്ച് എൻ്റെ വായിലേക്ക് വെച്ചപ്പോൾ എൻ്റെ വായിൽ നിന്ന് അത് ഇറങ്ങുന്നില്ല, എനിക്ക് ചവക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് തിരിച്ചറിഞ്ഞത് എന്ന് ആ മഹദി മറുപടി പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അത് സിദ്ദീഖുൽ അക്ബർ ആയിരുന്നു, അവർ വിസാലായിരിക്കും, ഞാൻ ഉമർ ഇബ്നു ഖത്താബാണ്. ബഹുമാനികളെ, ഈ നിലക്ക് ഒരാളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അവർ ഈമാനിൽ ഏറ്റവും ഉന്നതരായിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ സൃഷ്ടികൾക്കുള്ള സേവനം എന്ന് പറയുന്ന പ്രവർത്തനം ഏറ്റവും മികച്ച നിലയിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നു. മറ്റൊരാൾക്ക് അതിനെ ഉദാഹരിക്കാൻ പോലും കഴിയാത്ത വിധം ഉന്നതമായ സുന്നത്തുകളാണ് അവർ ചെയ്തു തീർത്തത്. പക്ഷേ നാം ഇന്ന് ഈ വസ്തുതയെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ പുണ്യങ്ങളിലേക്കും ശ്രദ്ധിക്കുന്നെങ്കിലും അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുക എന്നുള്ള ഈ പ്രവർത്തനം, അടിമകൾക്കുള്ള സേവനത്തിന് നമ്മൾ പുറംതിരിഞ്ഞാൽ നാം ഈമാനിന്റെ വക്താക്കളായി മാറുകയില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. बुजुर्गों, हमको अल्लाह से मोहब्बत है, हमको चाहिए कि अल्लाह के बंदों से भी हम मोहब्बत करें, अल्लाह के बंदों की हम खिदमत करें। अल्लाह हमसे ज़रूर खुश हो जाएगा। ईमान की नेमत बदौलत सदक़े में मोहम्मदुर रसूलुल्लाह के अल्लाह हमको ज़रूर अता फरमाएगा। मोहताज की ज़रूरत को पूरा करे, बुजुर्गों बीमारों की इयादत करे, उनकी ज़रूरत को पूरा करे। जो कुछ नहीं कर सकते, मफलूज है, उनकी खिदमत करे। अल्लाह ज़रूर हमसे खुश हो जाएगा। अल्लाह के बंदों पर अगर हम रहम करेंगे, अल्लाह ज़रूर हम पर रहम फरमाएगा। उनकी खिदमत करेंगे, अल्लाह उनकी खिदमत से ईमान की आला नेमत व दौलत हमें अता फरमाएगा। बुजुर्गों देखो, अल्लाह खुद इरशाद फरमा रहा है, कल बरोज़ महशर अल्लाह एक बंदे से पूछेगा, मैं जब तुझसे मांगा तू क्यों मुझे अता नहीं किया, क्यों नहीं दिया? तो बंदा परेशान होगा, ये कहेगा, ए बारी ताला तू मांगे और मैं ना दूं, ये हो ही नहीं सकता, तू कब मांगा मुझसे? अल्लाह क्या इरशाद फरमाता है, वो बीमार था, अगर उसके पास जाता, अगर उसकी खिदमत करता, लवजदतनी इंदहु, वहां पर तू मुझे पाता, वहां पर तू मुझे पाता। वो मोहताज था, अगर उसकी तो जरूरत पूरा करता, लवजदतनी इंदहु, तू वहां मुझे पाता। बुजुर्गों, उसको देना दर हकीकत परवरदिगार को देना है, उसकी खिदमत दर हकीकत अल्लाह। बुजुर्गों, हमको चाहिए कि अल्लाह के बंदों की खिदमत, वमिम्मा रज़क़नाहुम युनफ़िक़ून की निशानी, कैफियत को हमारे अंदर पैदा करे। जब पैदा होगी, अल्लाह ज़रूर हम पर फजल फरमाएगा। अब ये रजब का महीना, शाबान का महीना, रमज़ान का महीना आने वाला है। मेरे आप तमाम से गुजारिश है कि ईमान की तजदीद करें, ईमान की तजदीद करें, ईमान को अपने अंदर पैदा करने की कोशिश करें। अगर ईमान हमारे अंदर पैदा हो जाएगा, बुजुर्गों, मेराज क्या, बारात की रात से के फैज़ान से, रमज़ान के से भी, अल्लाह ताला क़दर की रात से भी, ईद के फैज़ान से भी, अल्लाह हर चीज़ से अल्लाह ताला हमको मालामाल फरमाएगा, अपने हिफ्ज़ व अमान में रखेगा। ईमान की आला नेमत व दौलत हम सब गुनहगारों को अता फरमाएगा। ബഹുമാനികളെ, നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അവരോടുള്ള കടമകൾ നമ്മൾ നിറവേറ്റുകയും ചെയ്യുക. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടിമകളുടെ മേൽ നാം കൃപ ചെയ്യുന്നവരായി മാറിയാൽ അള്ളാഹു തആല നമ്മളോടും കൃപ ചെയ്യും, നമ്മുടെ മേൽ കൃപ ചെയ്യും. അള്ളാഹുവിൻ്റെ കൃപ, അള്ളാഹുവിൻ്റെ റഹ്മ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളുടെ മേൽ നാം കൃപ ചെയ്യുന്നവരായി മാറുക. നമ്മുടെ ധനവും സമ്പത്തും ഇവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുക. സാധുക്കളായ അർഹപ്പെട്ടവര്, രോഗികള്, ബുദ്ധിമുട്ടി ജീവിക്കുന്നവര്, ഇവരുടെയൊക്കെ സേവനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നാം മാറ്റുക. ഒരു താല്പര്യത്തിലുമല്ല, അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട്,
അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടിമകൾക്ക് നൽകുക. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് അള്ളാഹു പറഞ്ഞ നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ചെറിയ ഒരു അടയാളെങ്കിലും നാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അങ്ങനെ നാം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും, അള്ളാഹുവിനെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഈമാനിന്റെ ഉന്നതമായ അവസ്ഥകളിലേക്ക് അള്ളാഹു തആല നമ്മളെ എത്തിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം പറയുന്നു, അള്ളാഹു ഖിയാമത്ത് നാളിൽ അടിമയോട് ചോദിക്കും, ഞാൻ രോഗിയായപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? ഞാൻ ഭക്ഷണം കഴിക്കാതെ വിശന്നിരുന്നപ്പോൾ എനിക്ക് എന്തുകൊണ്ട് നീ ഭക്ഷണം നൽകിയില്ല? ഞാൻ യാചിച്ചു വന്നപ്പോൾ എൻ്റെ യാചനയ്ക്ക് എന്തുകൊണ്ട് നീ ഉത്തരം നൽകിയില്ല? എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത്ഭുതപ്പെട്ടുകൊണ്ട് അള്ളാഹു പറയും, അടിമ പറയും, പടച്ചവനെ, നീ എങ്ങനെ രോഗിയാവാനാണ്? നീ എങ്ങനെ ആവശ്യക്കാരനാകാനാണ്? നീ എങ്ങനെ പട്ടിണി കിടക്കാനാണ്? നീ അതിനെ തൊട്ടൊക്കെ മുക്തനാണല്ലോ, പരിശുദ്ധനാണല്ലോ. നീ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ എങ്ങനെ ചെയ്യാതിരിക്കും നിനക്ക് വേണ്ടി? പക്ഷേ നിനക്കതൊന്നുമില്ല, നീ അതിനെ തൊട്ടൊക്കെ പരിശുദ്ധനാണല്ലോ. അള്ളാഹു തആല പറയും, നിന്റെ പരിസരത്ത് നിന്റെ അടുത്ത് ഇന്നാലിന്ന ആള് രോഗിയായിരുന്നു, ഇന്നാളിന്ന ആള് ഭക്ഷണം കഴിക്കാതെ വിശന്നിരുന്നു. അഥവാ ആ വിശന്നവനെ ചെന്നുകൊണ്ട് നീ കണ്ട് അവന്റെ വിശപ്പടക്കിയിരുന്നെങ്കിൽ, ഈ രോഗിയായി കിടന്ന ആള് അവനെ നീ പോയി സന്ദർശിച്ച് സമാധാനിപ്പിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായും അവന്റെ അടുക്കൽ നിനക്ക് എന്നെ എത്തിക്കാൻ സാധ്യമാകുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അടിമകളെ സ്നേഹിക്കുന്ന രംഗത്താണ്, സേവിക്കുന്ന രംഗത്താണ് അള്ളാഹുവിനെ പ്രാപിക്കാനുള്ള മാർഗമെന്ന് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ അല്ലാഹു തആല നമുക്ക് ചെയ്ത അവസരമാണ് ഇതാ ഈ റജബ് മാസം, ഇനി ഇതാ ഈ ശഅബാൻ മാസം, പിന്നെ റമദാൻ മാസം, ഇതൊക്കെ വരാൻ പോവുകയാണ്, അത് ലഭിക്കാൻ പോവുക, അതിനൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ, ഈമാന് പുതുക്കാൻ ആവശ്യമായ കാര്യമേതോ അതിൽ നിങ്ങൾ കൂടുതൽ അധ്വാനിക്കുക. എന്നാൽ നിങ്ങളുടെ ഓരോ പ്രവർത്തനവും ഫലവത്തായി മാറും. ആ ഈമാന് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഈമാനിന്റെ പേരിൽ അള്ളാഹുവിനുള്ള സ്നേഹത്തിൽ അള്ളാഹുവിന്റെ അടിമകൾക്ക് സേവനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ മുഖമുദ്രയാക്കി മാറ്റിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ൽ കൊണ്ട് ഉന്നതമായ ഈമാനിന്റെ അവസ്ഥയിൽ അള്ളാഹു നമ്മളെ എത്തിക്കും. അതിന്റെ പേരിൽ അള്ളാഹു തആല ഈ മിഅ്റാജ് ഷരീഫ് ആകട്ടെ, അതല്ല ബറാഅത്തിലാകട്ടെ, റമദാനിന്റെ പുണ്യങ്ങളാകട്ടെ, ലൈലത്തുൽ ഖദർ ആകട്ടെ, പെരുന്നാളിന്റെ ആനന്ദങ്ങളാകട്ടെ, അള്ളാഹുവിന്റെ ഔദാര്യങ്ങളാകട്ടെ, ഇതൊക്കെ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും. നാം അധ്വാനിക്കേണ്ടത് ഈമാനിലാണ്. ആ ഈമാനിന്റെ അടയാളങ്ങളെ പ്രാവർത്തികമാക്കുന്ന രംഗത്താണ്. اللہ سے دعا ہے جو بھی ہم سن رہے ہیں کہہ رہے ہیں اس پر عمل کے ہمیں توفیق عطا فرما. اے اللہ ہمارے قلوب میں تیری محبت، تیرے حبیب کی محبت، تیرے محبوبین کی محبت عطا فرما. اے اللہ ہمارے قلوب سے دنیا کی محبت کو نکال دے. اے اللہ یہاں پر جتنے بھی حاضر ہے، اے اللہ تیرے اولیاء کے نام سے جو محفل منعقد کی گئی ہے، ان اولیاء کے وسیلے سے صدقے میں محمد الرسول اللہ کے اللہ ہماری غفلت کو ذکر میں تبدیل فرما. ہر وقت تیری یاد میں، تیری یافت میں، تیرے ذکر شکر میں زندگی بسر کرنے کی توفیق عطا فرما. اے اللہ خدمت خلق کے جذبہ ہمارے اندر پیدا فرما. اے اللہ تیری راہ میں لٹانے کی ہم میں سے ہر ایک کو توفیق عطا فرما. اے اللہ بخالت کو ہمارے اندر سے نکال دے. اے اللہ تیری راہ میں لٹانے والا ہم سبوں کو بنا دے. اے اللہ تو رحم فرما، کرم فرما. اے اللہ اقطاع عالم کے مسلمانوں کی تو حفاظت فرما. اے اللہ ہم سبوں کی تو حفاظت فرما. اے اللہ تو ہی محافظ ہے اس سلسلے کی تو حفاظت فرما. اے اللہ جو بیمار ہے سبوں کو شفا عطا فرما. جو پریشان ہیں ان کے پریشانیوں کو دور فرما. جو قرضوں میں مبتلا ہے انہیں قرضوں سے نجات دے. جو بے روزگار ہے انہیں روزگار عطا فرما. جو بے اولاد ہے انہیں اولاد عطا فرما. اے اللہ یہ جس مقصد کے لیے محفل کو منعقد کیے ہیں، اے اللہ ان کے مقصد میں انہیں کامیابی عطا فرما.